ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം ഒരുവനെ ഉയർത്തുന്നത് ദൈവത്തിൻ്റെ തക്ക സമയത്താണ്. ഈ തക്ക സമയം എന്ന് പറയുന്നത് എന്താണ്? 3 ക്വാളിറ്റികൾ ദൈവം നമ്മെ തക്ക സമയത്ത് ഉയർത്തണമെങ്കിൽ നമ്മിലുണ്ടാകണം. 1, വിശുദ്ധനായിരിക്കുക. 2, വിശ്വസ്തനായിരിക്കുക. 3, വ്യത്യസ്തനാകുക. നമ്മൾ വ്യത്യസ്തരാകാൻ തയ്യാറാകുക. വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇത് തെളിയിച്ചു തരാം. ഈ 3 കാര്യങ്ങളാണ് ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ നൽകി തന്നത്. ഏകദേശം 40ഓളം വർഷങ്ങൾ മറ്റൊരു വ്യക്തിയുടെ തണലിൽ ആരും അറിയപ്പെടാതെ പിറുപിറുപ്പുകളില്ലാതെ ദൈവത്തിൻ്റെ സമയം വരെയും താണു നിന്നൊരു മനുഷ്യനുണ്ട്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ ആ 3 ക്വാളിറ്റികളും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ കാണാനായിട്ട് പറ്റും. വിശ്വസ്തത, വ്യത്യസ്തത, വിശുദ്ധി. ഈ 3 ഗുണങ്ങളും ആ മനുഷ്യനിലുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ ദൈവം ആ മനുഷ്യനെ എടുത്ത് ഉയർത്തി. അത് മറ്റാരുമല്ല, നമുക്കറിയാവുന്ന യോശുവ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വചനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്, അന്ന് യഹോവ യോശുവയെ വലിയവനാക്കി. മോശയെപ്പോലെ ജനം യോശുവയെ ബഹുമാനിച്ചു എന്ന് ദൈവത്തിൻ്റെ തക്ക സമയത്ത്. ദൈവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ സമയമല്ല. പത്രോസിൻ്റെ ലേഖനത്തിലാണ് നമ്മളിത് കാണുന്നത്. തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ ആക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പിറുപിറുപ്പ് കൂടാതെ വിശ്വസ്തയോടെ, അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകനാക്കുമെന്നാണ്. സ്വന്തമായ വഴികൾ തേടാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ തയ്യാറായാൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നമ്മിൽ നിറവേറുക തന്നെ ചെയ്യും. ഞാൻ ഈ യോശുവ എന്ന് പറയുന്ന ഈ ഒരു ദൈവമനുഷ്യനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയുണ്ടായി. കാരണം ഇത്രയും വർഷം മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ തണലിൽ, അദ്ദേഹത്തിൻ്റെ നിഴലിൽ ബാല്യക്കാരനായി നിന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും അദ്ദേഹം പിറുപിറുക്കുന്നില്ല, അസംതൃപ്തിയില്ല. എപ്പോഴും അദ്ദേഹത്തെ സംതൃപ്തനായി, സന്തോഷവാനായി, വളരെ ശുഭപ്രതീക്ഷയുള്ള, ഒറ്റുനോക്കാൻ പോയപ്പോൾ പോലും ദൈവത്തിങ്കലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരാളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പല സമയങ്ങളിലും നമ്മൾ ജീവിതത്തിൽ സംതൃപ്തരല്ല. പിറുപിറുപ്പോടെ ദൈവം തന്ന പലതിലും സന്തോഷിക്കാൻ കഴിയാതെ കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ട് വേവലാതിപ്പെട്ടു പോകുന്ന ആളുകളാണ് ഒട്ടനവധി ആളുകൾ. പക്ഷേ ദൈവം മുമ്പാകെ കുറച്ചു മുമ്പ് ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, 1 വിശ്വസ്തത, 2 വ്യത്യസ്തത. നമുക്കൊന്ന് വ്യത്യസ്തനാകാനായിട്ട് കഴിയും. യോശുവ എന്ന് പറയുന്ന ഈ ഒരു ആത്മീക നേതാവിനെ മോശയ്ക്ക് ശേഷമാണ് ദൈവം തന്നെ തെരഞ്ഞെടുത്ത് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരാളെ ഉയർത്തിയെങ്കിൽ മാത്രമേ ആ ഉയർച്ച സ്ഥിരമാകത്തുള്ളൂ. സ്വന്തമായ വഴികളിലും അതേ കപടമായ പ്രവൃത്തികളിലും തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും ഒന്നും കാണിച്ച് നേടുന്നതൊന്നും ശുഭമാകത്തില്ല. ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ദൈവം നമ്മളെ ആക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മളൊരു വ്യത്യസ്തരായി മാറാനായിട്ട് ശ്രമിക്കുക. എന്താണ് യോശുവയെ വ്യത്യസ്തനാക്കി തീർത്തത്? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോശുവ എന്ന് പറയുന്ന ബാല്യക്കാരൻ കൂടാരം വിട്ടുപിരിയാതെ ഇരുന്നുവെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ജനലക്ഷങ്ങളാണ് ഈ മിസ്രൈമിൽ നിന്ന് കനാനിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. വേദപണ്ഡിതന്മാർ 30 ലക്ഷത്തിൻ്റെയും 40 ലക്ഷത്തിൻ്റെയും ഒക്കെ കണക്കുകൾ പറയുന്നു. കൃത്യമായ കണക്കുകൾ അറിയില്ല. നമുക്കറിയാവുന്ന ഒരു കണക്കെന്ന് പറയുന്നത് റമസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് 6 ലക്ഷം പുരുഷന്മാർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ യാത്ര ചെയ്ത് പുറപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ പുറപ്പാട്. അപ്പോൾ ഇത്രയധികം ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായി ഒരു മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ജനലക്ഷങ്ങളുടെ ഇടയിലും ദൈവം വ്യത്യസ്തനായി ഒരുവനെ കണ്ടു. ആ വ്യക്തിയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, കൂടാരം വിട്ടുപിരിയാതെയിരുന്നു.
സമാഗമന കൂടാരം വിട്ടുപിരിയാതെ ദൈവസാന്നിധ്യത്തിൻ്റെ അകത്തുനിന്ന് മാറാതെ പിറുപിറുപ്പില്ലാതെ മാറി നിന്നൊരുവൻ. ആ വ്യക്തി ആരും ശ്രദ്ധിച്ചില്ല. രേഖപ്പെടുത്തിയിരിക്കുന്നത് പുറപ്പാട് 33-ലാണ്. 32-33 അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സങ്കടത്തോടെ മാത്രമേ നമുക്കത് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവത്തെ സ്നേഹിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ജനം മനസ്സുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് അവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് അവർ മറ്റു പലതിലേക്കും പോയി. ദൈവം അവരോട് പിണങ്ങി, ഞാൻ ഇനി നിങ്ങളുടെ കൂടെ നടക്കത്തില്ല, ഞാൻ എൻ്റെ ദൂതനെ അയക്കാമെന്നൊക്കെ പറഞ്ഞ്, ഞാനിനി ഈ ജനത്തിൻ്റെ നടുവിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, കൂടാരം വിട്ടുപിരിയാതെ മാറി നിന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കാലങ്ങളിലും ഈ ലോകത്തിൻ്റെ പൊതുവായ ജനത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവും അനുസരിച്ച് ജീവിക്കുന്നവരെയൊന്നും അല്ല ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ബൈബിൾ മുഴുവൻ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ആര് ദൈവം മുമ്പിൽ വ്യത്യസ്തരാകാൻ തയ്യാറാകുക, കോളേജിൽ വ്യത്യസ്തരാകുക, സ്കൂളുകളിൽ വ്യത്യസ്തരാകുക, ചർച്ചുകളിൽ വ്യത്യസ്തരാകുക, കുടുംബത്തിൽ വ്യത്യസ്തരാകുക, നാട്ടിൽ വ്യത്യസ്തരാകുക, എല്ലാവരും ജീവിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് അല്ല. എല്ലാവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്, എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് എനിക്കും വേണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ എനിക്കും വേണം. അങ്ങനെയൊക്കെയുള്ളവർ സാധാരണയുള്ള ലോകത്തിൽ മുമ്പോട്ട് പോകുമ്പം ഒരു വ്യത്യസ്തനായി ആര് മാറാനായിട്ട് തയ്യാറാകും? ഒരുപക്ഷെ എല്ലാവരും നമ്മളെ പഴിച്ചെന്നിരിക്കും, അവന് പിന്നെ ഭ്രാന്തനാണെന്ന് പറഞ്ഞെന്നിരിക്കും, അവന് ആത്മീയ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചെന്നിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ ദൈവം അത് കുറിച്ചിട്ടു. വെറുതെയൊന്നുമല്ല മോശയെപ്പോലെ ദൈവം ഈ യോശുവയെ ഉയർത്തിയത്. സ്വയമായി ദൈവത്തിന് സ്തോത്രം കസേരകൾ പിടിച്ചെടുത്ത് കയറി വന്ന ആളൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, ആരും നമ്മളെ അറിഞ്ഞില്ലെങ്കിലും ദൈവം മുമ്പാകെ നമ്മൾ ഒരു വ്യത്യസ്തരായി നമ്മൾ മാറാനായിട്ട് തയ്യാറാകുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ദൈവസന്നിധിയിലെ വിശ്വസ്തതയാണ്. എന്തായിരുന്നു യോശുവയിലുള്ള വിശ്വസ്തത? ഞാൻ ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്കൊരാശയം വന്നു. എത്ര വർഷം ഈ മനുഷ്യൻ മോശയുടെ ശുശ്രൂഷകനായി നടന്നു? എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ യോശുവയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ആദ്യം കാണുന്നത് ഈ അമാലേക്യർ, രഫിദിമിൽ വെച്ച് ഈ അമാലേക്യർ ഈ ആക്രമിക്കാനായിട്ട് വരുന്ന സമയത്ത് അന്നേരം നമ്മൾ യോശുവയുടെ ഒരു പേരിൻ്റെ പരാമർശം കാണുന്നുണ്ട്. പിന്നീട് മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അടുത്ത നേതൃസ്ഥാനത്തേക്ക് കനാൻ ദേശത്തെ കൈവശമാക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത് മുന്നിൽ കൊണ്ടുവന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു 40 years, എന്തായാലും ഒരു 10-38 കൊല്ലം ഈ മനുഷ്യൻ ഒരു പിറുപിറുപ്പുമില്ലാതെ, ദൈവത്തിന് സ്തോത്രം, ഒരു സങ്കടവുമില്ലാതെ, ആരോടും പിറുപിറുക്കാതെ, ഒരിക്കൽ പോലും ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാതെ, ഞാൻ കഴിവുള്ളവനാണ്, എന്നും ഞാൻ ഈ പെട്ടിയും ചുമന്നുകൊണ്ട് നടക്കേണ്ടവനാണോ, എനിക്കൊരവസരം താ എന്ന് പറഞ്ഞ് മോശയെ മാത്രമേ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളൂ? അങ്ങനെയൊക്കെ ചോദിച്ച പലരും ഉണ്ടല്ലോ ബൈബിളിൽ. നമുക്കറിയാം, മോശയെ മാത്രമേ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നൊന്നും അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തില്ല. ഇന്ന് നമ്മൾ ഈ ലോകത്തിൻ്റെ വഴികൾ നമ്മൾ പഠിക്കുമ്പോൾ വെട്ടിപ്പിടിക്കുക, കടന്നു കയറുക, അവസരം ഉണ്ടാക്കുക, ഒതുങ്ങിയിരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ദൈവം മുമ്പിൽ 40ഓളം വർഷം, എൻ്റെ ഭാവനയിൽ ഞാൻ പറയാം, മോശ ഈ സീനായി പർവ്വതത്തിലേക്കൊക്കെ പോകുമ്പോൾ കൂടെ ബാല്യക്കാരനായി, ഇന്നത്തെ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പെട്ടിയും പിടിച്ച് തുണി അലക്കി, ഈ TPM-മാർ, ദ പെന്തക്കോസ്റ്റ് മിഷൻ, ഈ ചർച്ചുകളിൽ ഈ ഉപദേശിമാരെന്ന് പറയുന്നത്, പിന്നീട് ഉപദേശിമാരാകുന്നവർ ആദ്യം മൂപ്പന്മാരുടെ വസ്ത്രം കഴുകി അവരുടെ കൂടെ നടന്നാണ് അവർ ശുശ്രൂഷ പഠിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിലെ അച്ചടക്കവും താഴ്മയൊക്കെ അവരെ പഠിപ്പിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്ന് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ് എവിടുന്നെങ്കിലും ഒരു തട്ടിക്കൂട്ട് പ്രസംഗവും തയ്യാറാക്കി എല്ലാം അറിയാമെന്നുള്ള ഭാവത്തിൽ വന്ന് എന്തൊക്കെയോ പ്രസംഗിച്ച് ജനത്തെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുമ്പം ഈ യോശുവ അച്ചടക്കം പഠിച്ച് ദൈവമാക്കിയ സ്ഥലത്ത് വിശ്വസ്തയോടെ മുമ്പോട്ട് പോകാനായിട്ട് തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് വിശ്വസ്തന്മാരെ ദൈവം സംരക്ഷിക്കുന്നുവെന്നാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. നാം ദൈവത്തോട് വിശ്വസ്തരായി തീരുമ്പോൾ നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു നല്ല ദൈവം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
തൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യം മുഴുവനും നമ്മൾ പഠിക്കുമ്പോൾ ഒരു സ്ഥലത്ത് പോലും ദൈവം തനിക്കെതിരെ ഒരു ആരോപണവും കൊണ്ടുവരുന്നില്ല. യോശുവ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ താൻ ഒരു വിശ്വസ്തനായിരുന്നു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ ഒക്കെ വിശ്വസ്തനായിരുന്നു. ഒറ്റ നോക്കാനായിട്ട് പോയിട്ട് വരുന്ന സമയത്ത് പോലും ഈ 12 ഗോത്രപിതാക്കന്മാരെയാണല്ലോ ഒറ്റ നോക്കാനായിട്ട് അവരയക്കുന്നത്. 10 പേരും വന്നിട്ട് ആ നാട് നമുക്ക് കൈവശമാക്കാൻ പറ്റില്ല, അവിടെ ഇരുമ്പ് രഥങ്ങളുണ്ട്, കനാന്യർ അവിടെ പാർക്കുന്നു, നമുക്ക് അവിടോട്ടൊന്നും പോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും എന്നാൽ പിന്നെ 10 പേര് പറഞ്ഞ അഭിപ്രായത്തോട് ഞാനും ചേർന്ന് നിൽക്കുക, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അവരൊക്കെ എന്നാ വിചാരിക്കുമെന്ന് ചോദിച്ച് അഭിപ്രായം മാറ്റിയില്ല. അവിടെയും തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വില കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെയാണ് കണ്ടത്. ഇന്ന് ഭൂരിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ വേണ്ടി ചാഞ്ചാടുന്ന, സത്യത്തിനും നീതിക്കും വേണ്ടിയൊക്കെ നിൽക്കാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ 10 പേര് ഒന്നിച്ച് നിന്ന് പറഞ്ഞപ്പോഴും നൂൻ്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും 2 പേര് വ്യത്യസ്തരായി നിന്നു. ഈ വ്യത്യസ്തരായ ആളുകളെയാണ് ദൈവം ഉപയോഗിച്ചത്. അവർക്ക് വേണ്ടി ദൈവം ചിലതെല്ലാം മാറ്റിവെച്ചു. കാലേബിന് വേണ്ടി ദൈവം കരുതി വെച്ച ചില അനുഗ്രഹങ്ങളുണ്ട്. അത് ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം. നമ്മൾ വ്യത്യസ്തരാകുക, നമ്മൾ എല്ലാവരെ പോലെ ജീവിക്കാനായിട്ട് അല്ല, നമ്മളിൽ ചില വ്യത്യസ്തതകൾ ഉണ്ടാകട്ടെ. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരാകട്ടെ. എന്തിനാണ് ദൈവം അവിടെ നോക്കാനായിട്ട് വിട്ടത്? ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങളുണ്ട്. ദൈവം പറഞ്ഞത് എന്നും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി അബ്രഹാമിൻ്റെ കാലം തൊട്ട് കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്. അവിശ്വാസം ജീവിതത്തെ കടന്നു പിടിക്കാതെ വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിയപ്പോൾ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയുമല്ല, നമുക്ക് ദേശം തരാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. ദൈവം പ്രസാദിക്കുന്നെങ്കിൽ ആ ദേശം നമുക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെയൊന്നാകാനായിട്ട് പറ്റുമോ? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. വിശ്വസ്തന്മാരുടെ പ്രാണനെ പരിപാലിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അടുത്തത്, മൂന്നാമത്തേത്, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധനായി മാറുക എന്നുള്ളതാണ്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ തൻ്റെ വിശുദ്ധന്മാരുടെ കാലുകളെ ദൈവം കാക്കുന്നു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇല്ലേ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായി തീരുക എന്നുള്ളതാണ്. എന്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ വിശുദ്ധി എന്ന് പറയുന്നത്? വളരെ പെട്ടെന്ന് അതുകൂടെ പറഞ്ഞ് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ അതേ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഈ കാളക്കുട്ടി ആരാധനയെല്ലാം നടന്നുകൊണ്ടിരുന്ന് ജനം അശുദ്ധിയിലേക്ക്, പാപത്തിലേക്ക്, മറ്റു പലതിലേക്ക് പോകുമ്പോഴും ദൈവത്തിന് സ്തോത്രം, തൻ്റെ കാഴ്ചപ്പാട് വളരെ ശ്രദ്ധേയമാണ്. താൻ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു എന്നുള്ളതാണ്. യോശുവയുടെ പുസ്തകം ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ആമേൻ അദ്ദേഹം പറഞ്ഞൊരു വാക്യം നമുക്ക് നന്നായിട്ട് അറിയാം. ആ വാക്യം ഏറ്റവും കൂടുതൽ ആളുകൾ ആ വാക്യം പരിചയപ്പെടുന്നത് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ മിക്ക വീടുകളിലും ആ വാക്യം എഴുതി ഭിത്തിയെ വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പല സമയങ്ങളിലും ദൈവത്തെ അറിഞ്ഞവർ പിന്മാറി മറ്റു പല വഴികളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നദിക്കക്കരെ വെച്ച് നിങ്ങൾ സ്തോത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത ചില തിരഞ്ഞെടുപ്പുകളുണ്ട്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക, യഹോവയെ സേവിക്കുമോ മറ്റെന്തിനെങ്കിലും സേവിക്കുമോ? ഏറ്റവും ഒടുവിൽ താൻ പറഞ്ഞു, എൻ്റെ തീരുമാനം മാറാത്ത തീരുമാനമാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആക്കാൻ ശപഥാർപ്പിത വസ്തുക്കളൊക്കെ എടുത്ത് ഒളിപ്പിച്ച് വലിയ പരാജയത്തിലേക്ക് ഇസ്രായേൽ വീണുപോയപ്പോഴും ദൈവം മുമ്പിൽ വീണ് കിടന്ന് കരഞ്ഞ് പാപത്തെക്കുറിച്ച് ഓർത്ത് അനുദപിച്ച് പുലർച്ചെ അതികാലത്ത് ജനത്തെ എഴുന്നേൽപ്പിച്ച് ശുദ്ധീകരിച്ച് ആമേൻ കഴിഞ്ഞ പരാജയങ്ങളെ മാറ്റി പുതിയതിലേക്ക് നയിക്കുന്ന ദൈവമനുഷ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ യോർദാൻ്റെ നദിയുടെ കരയിൽ
അവിടെ ജനത്തെ ശുദ്ധീകരിച്ച് ദൈവത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ആ ഒരു മനുഷ്യൻ, അദ്ദേഹത്തോടല്ലേ ദൈവം ആ ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് സംസാരിച്ചതും. എനിക്കൊന്ന് കുറച്ച് മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെങ്കടലിൻ്റെ കരയിൽ ജനത്തിൻ്റെ ശുദ്ധീകരണം ദൈവം ആവശ്യപ്പെട്ടില്ല. ചെങ്കടലിൻ്റെ കരയിലേക്ക് എത്തിയപ്പം അവരോട് ശുദ്ധീകരിക്കാനോ നിങ്ങളെ വേർതിരിക്കാനോ വെയിറ്റ് ചെയ്യാനോ ഒന്നും പറയുന്നില്ല. അന്ന് മോശയോട് മുമ്പോട്ട് പോവുക, വടി നീട്ടുക, കടല് രണ്ടായി പിരിയാൻ കൽപ്പിക്കുക, മുമ്പോട്ട് പോവുക, ഈ കാര്യങ്ങളാണ് ദൈവം പറഞ്ഞത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ഒരു 40 കൊല്ലം കഴിഞ്ഞ് അവർ യോർദാൻ നദിയുടെ കരയിലേക്ക് എത്തിയപ്പം യോശുവയോട് നീ കൽപ്പിക്കുക യോർദാൻ രണ്ടായി മാറുമെന്നൊന്നുമല്ല പറഞ്ഞത്, ജനത്തോട് ശുദ്ധീകരിക്കാനായിട്ട് പറയുക. 2-3 ദിവസങ്ങൾ അവർക്ക് തമ്പടിച്ച് പാളയമടിച്ച് ആ യോർദാൻ്റെ കരയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ശുദ്ധീകരണവും വിശുദ്ധീകരണവുമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, അവിടെ ജനത്തെ ശുദ്ധീകരിക്കുകയാണ്. ശുദ്ധീകരണത്തിന് അദ്ദേഹം കൊടുക്കുന്ന പ്രാധാന്യം അത്ര വലുതാണ്. ദൈവശബ്ദം കേട്ട് ജനത്തെ അതിലേക്ക് ഒരുക്കി, ആമേൻ, താൻ മനസ്സിലാക്കിയ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ജനത്തെ കൊണ്ടുവന്ന് പിന്നീടുള്ള യോശുവയുടെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഇസ്രായേലിനെ ദേശത്തെ കൈവശമാക്കി അദ്ദേഹം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. എങ്കിൽ തന്നെയും ജനത്തെ ഒരുക്കി, ജനത്തെ ശുദ്ധീകരിച്ച് ആ ഒരു വിശുദ്ധീകരണത്തിൻ്റെ ബോധ്യം ജനത്തിൻ്റെ ഉള്ളിലുണ്ടാക്കി പിന്നീടാണ് അവർ ആ ഒരു യോർദാൻ നദി, ദൈവത്തിന് സ്തോത്രം, അവർ കടക്കുന്നതും ഈ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന ഈ യോർദാനെ രണ്ടാക്കിയവർ അക്കരയിലേക്ക് അവർ പോവുകയും ചെയ്യുന്നത്. അപ്പം ആ സമയത്തും ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഈ വിശുദ്ധിയുടെ ആ ഒരു കാഴ്ചപ്പാട്, ജനത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് ദൈവം തരുന്ന ആലോചനകളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് ജനത്തെ ശുദ്ധീകരിക്കുന്ന ഈ ദൈവമനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ നമുക്ക് ആമേൻ നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ഒരു വ്യക്തിയെ ഉയർത്തണമെങ്കിൽ വെറുതെ ആരെയും അവിടുന്ന് ഉയർത്തത്തില്ല. നമ്മിലുണ്ടാകേണ്ടുന്ന താഴ്മ, തക്ക സമയം വരെയും ദൈവസന്നിധിയിൽ താണിരിക്കാനായിട്ട് തയ്യാറാകുക. ഒരിക്കൽ കൂടി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സംക്ഷിപ്തമായിട്ട് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത് ഞാൻ വീണ്ടും പറയുകയാണ്. ഒരിക്കൽ പോലും തന്നെത്താൻ ഒരു വഴിയുണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ഞാൻ പ്രഭാതത്തിൽ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ഒരു ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്തു പോയി. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, അവരവരുടെ മക്കളോട് പറയുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ദൈവത്തോട് ചോദിക്കാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. ദൈവം പറഞ്ഞിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിന്നിൽ സ്തോത്രം സകല ഉത്തരവാദിത്വവും ദൈവത്തിൻ്റേതാണ്. എടുത്തുചാട്ടവും ആമേൻ നമ്മുടെ ആവേശവുമൊക്കെ അപകടത്തിലേക്ക് നമ്മളെ എത്തിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരിക്കൽ കൂടെ പറയട്ടെ: വ്യത്യസ്തനാകുക, വിശുദ്ധനാകുക, വിശ്വസ്തനാകുക. ഈ 3 കാര്യം ആ മനുഷ്യനിൽ കണ്ടു. 40 വർഷം, ചെറിയ കാലഘട്ടമൊന്നുമല്ല കേട്ടോ, അത്രയും കൊല്ലം ആമേൻ ആരോടും പരിഭവമില്ലാതെ പിണങ്ങാതെ ദൈവം മുമ്പിൽ ഇരുന്ന ദൈവമനുഷ്യൻ. നമ്മൾ പല സമയങ്ങളിലും പിറുപിറുക്കാറില്ല. നമ്മുടെ അവസരങ്ങളെ അടച്ചു കളഞ്ഞവരോട് നമുക്ക് വേദനകളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എടുത്തു കളയാം. ഈ വചന ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് ചില ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഫിലദൽഫിയ സഭയോട് പറയുന്നൊരു ദൂതുണ്ട്. എന്താണെന്നറിയാം? ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ. ദൈവം ഒരു വാതിൽ തുറന്നാൽ ആ വാതിലടയ്ക്കാൻ ആർക്കും പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു വാതിൽ അടച്ചാൽ ആ വാതിൽ തുറക്കാൻ ആർക്കും പറ്റില്ല. സാമ്പത്തികമായും പല വിഷയങ്ങളിലും നിങ്ങൾ ഞെരുങ്ങുന്നവരായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച അനവധി പാഠങ്ങളുണ്ട്. ഇല്ലായ്മയുടെ കാലത്ത് ഈ സമ്പാദിക്കാനുള്ള ആഗ്രഹത്തിലൊന്നുമല്ല കേട്ടോ,
കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് വേണ്ടിയൊക്കെ ചിലരിലൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ചിലരൊക്കെ വന്നു പോകുമ്പോൾ നമ്മളെ സഹായിക്കുമെന്നും ഒക്കെ കരുതിയിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം സങ്കടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. അതൊക്കെ മനുഷ്യരിലെ ആശ്രയമായിരുന്നു. പക്ഷേ ദൈവം മുമ്പാകെ കരഞ്ഞ് ദൈവത്തോടെടുത്തൊരു ഉടമ്പടിയുണ്ട്. കർത്താവേ, ഒരു മനുഷ്യനോട് ആവശ്യങ്ങൾ ചോദിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും ചോദിക്കാറില്ല, പറയാറുമില്ല. ആവശ്യമുണ്ടെങ്കിൽ വിരിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോട് ചോദിക്കും. ദൈവം അത്ഭുതകരമായി ദൈവം നടത്തിയിട്ടുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. കരയാനും പ്രാർത്ഥിക്കാനും മടങ്ങുന്നൊരു മുട്ടും ആമേൻ ഒക്കെ നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ പരാജയപ്പെടില്ല. സാഹചര്യങ്ങളെ ദൈവം മാറ്റും, അവസ്ഥകളെ ദൈവം മാറ്റും. നമുക്ക് വേണ്ടി അറിയാത്ത വഴികളെ സ്വർഗത്തിലെ ദൈവം തുറന്നു തരും. ദൈവത്തിന് സ്തോത്രം. ആരോടൊക്കെയോ ഈ വചനം പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ഈ ദൈവത്തിൻ്റെ വചനം ബലപ്പെടുത്തുകയാണ്. എവിടെയാണ് ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവാത്മാവിൻ്റെ വലിയൊരു നിയോഗം ഞാൻ മനസ്സിലാക്കി. ഞാൻ പറയുന്നു, ഉയർത്താൻ ആരും ഉണ്ടാകില്ല, കൈപിടിച്ചുയർത്താൻ ആരും ഉണ്ടാകില്ല. ആവർത്തന പുസ്തകം അവസാനിക്കുമ്പോൾ മോശ മരിച്ചു. അടുത്തതാരാണ് അറിയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ആമേൻ യോശുവയുടെ പുസ്തകം തുടങ്ങിയപ്പോൾ കാണുകയാണ്, യഹോവ യോശുവയോട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. മോശയോടും ദൈവം പറഞ്ഞു, ഈ നൂൻ്റെ മകനായ യോശുവയെ കൈവച്ച് അനുഗ്രഹിക്കാൻ. ഒരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ ഇല്ലേ, ഇതെല്ലാം സത്യത്തിൽ ഈ കൂടാരത്തിൽ ഇരുന്നവനെ ദൈവത്തിൻ്റെ കണ്ണ് കണ്ടെന്നുള്ളതാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളോട് സംസാരിച്ച 3 കാര്യങ്ങൾ: വിശ്വസ്തരാകുവാൻ, വിശുദ്ധരാകുവാൻ, വ്യത്യസ്തരാകുവാൻ. ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും ഞങ്ങളെ ഒതുക്കി കളയുന്നതാണ്. ആമേൻ. വഴികൾ ഞങ്ങളുടെ മുമ്പിൽ അടയപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ദൈവം ഞങ്ങളെ ഉയർത്താൻ വിശ്വസ്തനാണ്. ഞങ്ങളുടെ മക്കളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.